നമസ്കാരം എവരിബഡി, വെൽക്കം ടു മൈ ചെറിയൻ ഷോ. അങ്ങനെ ഉന്മാദ പുതിയ ഫിലിം ഡയറക്റ്റഡ് ബൈ കിരൺ ദാസ്, നമ്മുടെ ചാക്കോച്ചനും ലിജോ മോൾ ജോസും കൂടെ അഭിനയിക്കുന്ന പുതിയ പടത്തിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു മിനിറ്റ് 13 സെക്കൻഡിന്റെ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ ടീസർ കണ്ടേക, എന്നിട്ടാവാം വിശേഷങ്ങൾ. എനിക്ക് മടുത്തേക്കോട്ടെ ജീവിതം. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ച താനൊന്നും ഒരു കാലത്തും സമ്മതിക്കത്തില്ല. നീ കഷ്ടപ്പെടുന്ന ഒരു കാലത്ത് തീരാൻ പോകുന്നില്ല. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി, നീ ഇനി ഇതിനെയൊന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്. ഇപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന പറയുന്നത്. സാറേ, പോലീസുകാർ ആരെങ്കിലും ഒക്കെ സസ്പെൻഷനിലാവും. അത് മാത്രമല്ല, സ്റ്റേഷനിൽ 174 കളിയായിരിക്കും സാറേ. ഇതൊന്നുമില്ലേ കുറഞ്ഞത്? സ്റ്റേഷനിൽ ഏതെങ്കിലും പോലീസിന്റെ യൂണിഫോമിൽ രക്തക്കറ പറ്റും. ആ ഫയലിംഗ് എടുത്തോണ്ട് വന്നേ. കറ വീണു. ഞാനൊന്ന് നോക്കട്ടെ തൊട്ടെന്ത് സംഭവിക്കുന്നു. ചാലഞ്ച് എടുക്കുന്നു മജീദ്. മ്യൂസിക്, സിനിമാറ്റോഗ്രഫി അർജുൻ. ഷാഹി കബീറിന്റെ റൈറ്റിംഗ് ആട്ടോ. പഥക്, പ്രൊഡ്യൂസ്ഡ് ബൈ പഥക് ബ്രദേഴ്സ്, ഡയറക്റ്റഡ് ബൈ കിരൺ ദാസ്. ഉന്മാദം ടീസർ ഒന്ന് ചെറുതായി പോയോന്ന് എനിക്കൊരു സംശയം. കാരണം 1 മിനിറ്റ് 13 സെക്കൻഡേ ഉള്ളായിരുന്നു. അതൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് 45 സെക്കൻഡ് വരെ പോയാലും കുഴപ്പമില്ല. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ ഇറക്കിയത്. ഒരു വെച്ചതും പടയെന്ന് പറഞ്ഞാൽ തീർന്നു. അത് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടായിരിക്കണം പടയെന്ന് തീർന്നത്. അപ്പം ഉന്മാദം ഒഫീഷ്യൽ ടീസർ ബൈ ചാക്കോച്ചൻ ആൻഡ് നമ്മുടെ ലിജോ മോൾ ജോസ്, ഡയറക്റ്റഡ് ബൈ കിരൺ ദാസ്. ടി സീരീസ് ആണ് ഇതിന്റെ മ്യൂസിക് ലേബിൾ ഇറക്കിയിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് പ്രൊഡ്യൂസർ കുമാർ മംഗത് പഥക്, അഭിഷേക് പഥക്. അപ്പൊ എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. എനിക്ക് തോന്നുന്നു ടി സീരീസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിട്ടൺ ബൈ ഷാഹി കബീർ. പുള്ളിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പുള്ളിയാണ് ജോസഫ് എഴുതിയത്, പിന്നെ റോണ്ട് ഡയറക്റ്റ് ചെയ്ത്, നായാട്ട്, അങ്ങനെ പല പടങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല വർക്കാണ് പുള്ളിയുടെ ഇതുവരെ. അപ്പൊ ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് ആണ് എനിക്ക് ഇതുവരെ തോന്നിയത്. കമ്മിങ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഡേറ്റ് ഒന്നും ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി എന്തായാലും ട്രെയിലർ ഇറക്കും. ട്രെയിലറിനകത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കൂടെ മനസ്സിലാവും. എനിക്ക് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ ജോൺറേസ്, ഇതുപോലെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ ഇരുന്ന് കണ്ടുപോകും. ഇനി എന്താണ് അടുത്ത്, എന്താ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആ എക്സൈറ്റ്മെന്റ് ടൈപ്പ് ഫിലിംസ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ സ്റ്റോറി ഇതുവരെ മനസ്സിലാക്കിയത്തോളം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഡാർക്ക് മാജിക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹൊറർ സീൻ ആയിരിക്കും, ചിലപ്പോൾ ഇത് ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് അത് ഒരു കുക്ടപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം, ചിലപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഫോക്ക് സ്റ്റോറി പോലെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പം ഇനി ട്രെയിലർ കാണുമ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ ഇതുപോലെ കുറെ സംഭവങ്ങൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ.